ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെക്സ്റ്റ് ജെൻ വിസ്ഡം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 7ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 1ാമത്തെ ചാപ്റ്റർ സമാന്തര വരകളാണ്. അതിലെ തന്നിട്ടുള്ള കോണളവുകളും വശങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ സാമാന്തരികം വരയ്ക്കാം എന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ, അതായത് ഒരു ത്രികോണം എന്താണ്, അതിലെ കോണളവുകൾ എങ്ങനെയൊക്കെയാണ്, തന്നിട്ടുള്ള കോണളവ് ഉപയോഗിച്ച് എങ്ങനെ ത്രികോണം വരയ്ക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. നോക്കൂ, ത്രികോണക്കണക്ക് തന്നിരിക്കുന്ന ചിത്രം കണ്ടോ. ഇതിൽ മുകളിലെയും താഴത്തെയും വരകൾ സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മുകളിലെയും താഴത്തെയും വരകൾ. ഇനി താഴത്തെ ആ വരയും ചെരിഞ്ഞ വരയും തമ്മിലുള്ള കോണളവ് നോക്കി, അത് എത്ര ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്? അത് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മുകളിലെ കോണ് നിങ്ങൾക്ക് കണക്കാക്കാമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കോണുകൾ എന്തായിരിക്കും? അവ രണ്ടും ആന്തര സഹകോണുകളാണ്. അപ്പോൾ ആന്തര സഹകോണുകളുടെ പ്രത്യേകത എന്താ? അവയുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കോൺ അറിയാം 40 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റേ കോൺ എത്രയായിരിക്കും? 180-ൽ നിന്ന് ആ 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺ കിട്ടും. അത് എത്രയാണ്? 180 - 40 140 ഡിഗ്രി കിട്ടും. ഇപ്പോൾ നമുക്ക് ആ കോൺ എത്ര കിട്ടി? 140 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊട്രാക്ടറിൽ ഈ 140-ന് പകരം കുറച്ച് കോണൊന്ന് അളവ് കുറച്ചിട്ട് ഒരു ചെരിഞ്ഞൊരു വര വരയ്ക്കാൻ പോവാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ അത് നേരെ താഴെയുള്ള വരയിൽ വന്ന് കൂട്ടിമുട്ടും. എടുക്കുന്ന കോൺ ഒരു 60 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 60 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് നമ്മൾ താഴേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ താഴത്തെ വരയിൽ കൂട്ടിമുട്ടിയിട്ട് നമുക്കൊരു പുതിയൊരു ത്രികോണം നമുക്ക് അവിടെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്കൊരു ത്രികോണം അവിടെ ലഭിക്കും. അപ്പം ആ ത്രികോണത്തിൻ്റെ ഉള്ളിലെ മുകളിലുള്ള കോൺ എത്രയായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, മൊത്തം നമുക്ക് 140 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അളവെടുത്ത് പ്രൊട്രാക്ടറിൽ വരച്ചത് 60 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റേ കോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 140-ൽ നിന്നും 60 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 80 ഡിഗ്രി നമുക്കവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ രണ്ട് കോണുകൾ കണ്ടുപിടിച്ചു ആ ത്രികോണത്തിൽ. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കോണും കൂടി ഉണ്ടല്ലേ, ആ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് എത്രയായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ എളുപ്പ വഴിയുണ്ട്. നമ്മൾ മുകളിൽ രണ്ട് സമാന്തര വരകൾ നമ്മൾ ഓൾറെഡി മുന്നേ കാണിച്ചു തന്നത് തന്നെയാണ്. അതൊന്നുകൂടി നീട്ടി വരച്ച് തരാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ രണ്ട് സമാന്തര വരകളെ നമ്മൾ പുതിയതായി വരച്ചില്ലേ പ്രൊട്രാക്ടർ ഉപയോഗിച്ച്, ആ വരയ്ക്കുന്ന വര ഭേദിക്കുകയാണ് അല്ലെങ്കിൽ ഛേദിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മറുകോണുകളാണ് ആ 60 ഡിഗ്രിയും മുകളിലുള്ള 60 ഡിഗ്രിയും പിന്നെ ഇപ്പോഴുള്ള നമ്മൾ കണ്ടുപിടിക്കേണ്ട കോണും. അപ്പോൾ മറുകോണുകൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അവ രണ്ടും തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് എത്രയായിരിക്കും? അതും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇപ്പോൾ നോക്കൂ, ഈ ത്രികോണത്തിലെ ഇപ്പം നമ്മൾ പുതിയതായി കണ്ടുപിടിച്ച ഈ രണ്ട് കോണുകളില്ലേ, ഒന്നാമതായി കണ്ടുപിടിച്ച 80 ഡിഗ്രിയും ഇപ്പോൾ കണ്ടുപിടിച്ച 60 ഡിഗ്രിയും, ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 140 ഡിഗ്രി കിട്ടും. ഇപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി. നമ്മൾ ആദ്യം ഈ ചിത്രം തന്നിരുന്നു, അതിൽ ആ മുകളിലുള്ള കോൺ 140 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആന്തര സഹകോണുകളുടെ തുക 180-ൽ നിന്ന് നമ്മൾ 140 കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അതേ 140 തന്നെയാണ് എന്ത്? ഈ ത്രികോണത്തിൻ്റെ ഇപ്പോൾ പുതിയതായി കണ്ടുപിടിച്ച നമ്മുടെ രണ്ട് കോണുകളുടെ തുക തന്നെയായിരിക്കും ആ മുകളിലെ ആ കോണിൻ്റെയും അളവ്. അതായത് രണ്ടും 140 ഡിഗ്രി തന്നെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നിങ്ങളോടൊരു ചോദ്യം. അതായത് നമുക്കൊരു ത്രികോണത്തിൻ്റെ ഒരളവ് മാത്രം തന്നു എന്ന് കരുതാം. മറ്റേ രണ്ട് കോണുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നോക്കൂ, ഈ ചിത്രം കണ്ടോ. ഇത് ഒരു ത്രികോണമാണ്. അതിലൊരു കോൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം, മറ്റ് രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കുമെന്ന്. നമുക്കൊരു എളുപ്പ വഴിയുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നോക്കൂ, ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെയുള്ള വരയ്ക്ക് സമാന്തരമായിട്ട് മുകളിലും ഒരു വര വരയ്ക്കുന്നു. ഇനി നോക്കൂ, തന്നിട്ടുള്ള ആ രണ്ട് കോണുകളും എന്താണ്? സമാന്തര വരകൾക്ക് ഇടയിലുള്ള ആന്തര സഹകോണുകളാണല്ലേ. അവയുടെ തുക നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയതായി വരച്ചിട്ടുള്ള ആ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 180 - 50 ഡിഗ്രി എത്രയാണ്? 130 ഡിഗ്രി വരും. അപ്പം ഈ 130 ഡിഗ്രി തന്നെയായിരിക്കും ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകളുടെ തുക എന്നുള്ളത് നിങ്ങൾ തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പമായല്ലോ. ആ ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കും? 130 ഡിഗ്രി തന്നെയായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിട്ടുള്ള ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? 180-ൽ നിന്നും 50 കുറച്ച് കഴിഞ്ഞാൽ 130 ഡിഗ്രി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മറ്റ് രണ്ട് കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന രീതി. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, ഒരു കോണ് 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ തുക കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഒരു ത്രികോണത്തിൽ. എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി - 60 ഡിഗ്രി ചെയ്യാൻ നമുക്ക് 120 ഡിഗ്രി കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ത്രികോണത്തിലെ ഏത് ത്രികോണമായാലും കുഴപ്പമില്ല, അതിലെല്ലാം കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ചോദ്യം, ഒരു മട്ട ത്രികോണത്തിലെ ഒരു കോണ് 40 ഡിഗ്രിയാണ്. മട്ടമല്ലാത്ത മറ്റേ കോൺ എത്ര ഡിഗ്രിയാണെന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദ്യം. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് നോക്കാം.
അതായത് മട്ട അല്ലാത്ത കോണുകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 180 നിന്നും നമുക്ക് തന്നിട്ടുള്ള മട്ടക്കോൺ എത്രയാണ്? മട്ടം ആണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഇതിൽ ഒരെണ്ണം എത്രയാണ്? 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 90 നിന്നും 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ഡിഗ്രിയാണ് കിട്ടുക. ഇത് തന്നെ മറ്റൊരു രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഓൾറെഡി ഒരെണ്ണം തന്നിട്ടുണ്ട്, മറ്റേത് മട്ടക്കോണാണെന്ന് അറിയാം. അപ്പം നമുക്ക് 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 130 ഡിഗ്രിയാണ്. അപ്പം മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്നും ഈ 130 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? നേരത്തെ കിട്ടിയതുപോലെ തന്നെ 50 ഡിഗ്രി കിട്ടും. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. ഒരു ത്രികോണത്തിലെ ഒരു കോൺ 72 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകൾക്ക് ഒരേ അളവാണ്. അവ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, മറ്റ് 2 കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നമുക്കറിയാം. അതായത് 180 നിന്നും ഈ 72 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മറ്റ് 2 കോണുകളുടെ തുക കിട്ടും. അതെത്രയാണ്? 108 ഡിഗ്രിയാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 2 കോണുകൾക്ക് ഒരേ അളവാണ്. അപ്പോൾ ഓരോന്നും തുകയുടെ പകുതിയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി 108 ആണെങ്കിൽ ഒരെണ്ണം എത്രയായിരിക്കും? 108 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 54 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ തുടർ പ്രവർത്തനങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണം വരയ്ക്കുക. തന്നിട്ടുള്ള അളവുകൾ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ഒരു വശം, മറ്റ് 2 കോണുകൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയും 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു കോണും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക നമുക്ക് 180 ആണെന്നറിയാം. അതിൽ നിന്നും തന്നിട്ടുള്ള കോണുകളുടെ തുക കുറയ്ക്കണം. അതായത് 180 ഡിഗ്രി മൈനസ് ബ്രാക്കറ്റിൽ 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് 180 മൈനസ് 100 കിട്ടും. അതായത് 80 ഡിഗ്രിയാണ് നമ്മുടെ മൂന്നാമത്തെ കോൺ. ഇനി നമുക്കിത് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാം. ആദ്യമായിട്ട് താഴെയുള്ള 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ. ഇനി പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇടത് ഭാഗത്ത് 40 ഡിഗ്രി കോണളവ് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അത് നീട്ടി വരയ്ക്കുക. ഇനി കോൺ അവിടെ നമുക്ക് എഴുതി വയ്ക്കാം 40 ഡിഗ്രി. ഇനി വലതുഭാഗത്തെ കോൺ നമ്മൾ കണ്ടുപിടിച്ചു 80 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 80 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുക. അതും നീട്ടി വരയ്ക്കാം. ഉണ്ടോ? ഇനി നമുക്ക് 80 ഡിഗ്രി അടയാളപ്പെടുത്താം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് മൂന്നാമത്തെ കോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശരിയല്ലേ എന്ന്. അത് കറക്റ്റാണ്, 60 ഡിഗ്രി തന്നെയാണ്. അതും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയാം. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം നമുക്ക് അവിടെ ലഭിക്കും. നോക്കൂ, രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി 2 കോണുകൾ, ത്രികോണത്തിന് പുറത്തുള്ള കോണുകൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചിത്രത്തിന് ഒരു പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുത്തു. അപ്പോൾ കോൺ എയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 40 ഡിഗ്രി കോണളവ് കാണാം. അതുപോലെ കോൺ ഡിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 25 ഡിഗ്രി കോണളവും കാണാം. ഇനി നമുക്ക് എന്താണ് ഒരു ചതുരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. അതിൻ്റെ എല്ലാ കോണും എത്ര തന്നെയാണ്? 90 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. അപ്പോൾ കോൺ എയുടെ ഒരു ഭാഗം 40 ആണെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം എത്രയായിരിക്കും? ആ ത്രികോണത്തിനുള്ളിലുള്ള ആ ഭാഗം അത് നമുക്ക് 50 ഡിഗ്രി ആയിരിക്കും. അതായത് 90 മൈനസ് 40 ചെയ്താൽ നമുക്ക് 50 ഡിഗ്രി കിട്ടും. ഇനി കോൺ ഡി നോക്കിയേ. കോൺ ഡിയുടെ ഒരു ഭാഗം 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് എങ്ങനെ കിട്ടും? 90 മൈനസ് 25 ചെയ്യുക. അപ്പോൾ നമുക്ക് 65 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ മറ്റേ ഇടത് ഭാഗത്ത് കാണുന്ന 2 കോണുകൾ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ കോൺ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ആണെങ്കിൽ മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് മറ്റ് 2 കോണുകളുടെ തുക, അതായത് 50 പ്ലസ് 65 എത്രയാണ്? 180 മൈനസ് 115 ഡിഗ്രി. നമുക്ക് കോണളവ് 65 ഡിഗ്രി കിട്ടുന്നു. ഇനി നോക്കൂ, മൂന്നാമത്തെ ചോദ്യം. ചിത്രത്തിലെ താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട്. താഴത്തെ ത്രികോണത്തിലെ 3-ാം കോണും മുകളിലെ ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ കോൺ കിട്ടാൻ വളരെ എളുപ്പമാണല്ലേ. മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ത്രികോണത്തിലെ 3 കോണുകളുടെയും തുകയായ 180 നിന്നും ആ 2 കോണുകളുടെ തുക മൈനസ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ കോൺ കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ കിടക്കുന്ന ത്രികോണത്തിലെ കോണുകൾ നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്കിതിനൊരു പേര് കൊടുത്താലോ ചിത്രത്തിന്. നോക്കൂ, നമ്മൾ ചിത്രത്തിന് ABCD എന്ന പേര് കൊടുത്തു. ഇനി കണ്ടാ, മുകളിൽ കൊടുത്ത ചിത്രത്തിൽ നിന്നും ABയും CDയും നമുക്ക് സമാന്തര വരകളാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ താഴത്തെ ത്രികോണത്തിലെ 2 കോണുകൾ ഏതൊക്കെയാ? 35 ഡിഗ്രിയും അതുപോലെ 45 ഡിഗ്രിയും ആണ്. അപ്പോൾ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ 180 നിന്നും ഈ 2 കോണുകളുടെ തുക കുറയ്ക്കുക. അപ്പോൾ 180 മൈനസ് 35 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി കിട്ടും. അപ്പോൾ 180 മൈനസ് 80 ഡിഗ്രി, അതായത് 100 ഡിഗ്രിയാണ് മൂന്നാമത്തെ കോണിൻ്റെ അളവ്. ഇനി ABയും CDയും സമാന്തര വരകളായതിനാൽ കോൺ എയും കോൺ ഡിയും മറുകോണുകളായിരിക്കും. അതുകൊണ്ട് കോൺ എ സമം കോൺ ഡി സമം 35 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ കോൺ ബിയും സിയും മറുകോണുകളാണ്. അതുകൊണ്ട് തന്നെ കോൺ ബി ഈക്വൽ ടു കോൺ സി സമം 45 ഡിഗ്രി എന്നും കിട്ടും. ഇനി
ഇനി നമുക്ക് മൂന്നാമത്തെ കോൺ കിട്ടണം. അത് ത്രികോണത്തിൽ മൂന്നാമത്തെ കോൺ എന്താ? മറ്റ് ഓപ്പോസിറ്റുള്ളൊരു കോൺ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചില്ലേ? എത്ര ഡിഗ്രി ആയിരുന്നു? അത് നമുക്ക് 100 ഡിഗ്രിയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ 100 ഡിഗ്രിക്കുള്ള എതിർകോണാണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് എതിർകോണായതുകൊണ്ട് അത് തുല്യമായിരിക്കും. അപ്പോൾ അതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 100 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാന്തരമാണ്. വലിയ ത്രികോണത്തിന്റെ മറ്റു രണ്ട് കോണുകളും ചെറിയ ത്രികോണത്തിന്റെ 3 കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോണുകൾ ഓൾറെഡി തന്നിട്ടുണ്ട്, 60 ഡിഗ്രി 70 ഡിഗ്രി. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ത്രികോണങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോണുകൾ കണ്ടുപിടിക്കാം. ചിത്രത്തിന് നമുക്ക് ABCDE എന്ന പേര് കൊടുക്കാം. ഇനി നോക്കൂ, ചിത്രത്തിൽ ABCDയും AC,Dയും സമാന്തര വരകളാണ്. AB, CD എന്നീ സമാന്തര വരകളെ മുറിച്ചു കിടക്കുന്ന വരയാണ് AC. ആയതിനാൽ കോൺ എയും രണ്ട് ത്രികോണങ്ങൾക്കിടയിലുള്ള കോണായ 70 ഡിഗ്രിയും മറുകോണുകളാണ്. അവ തുല്യമായിരിക്കും. അതുകൊണ്ട് കോൺ എ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 70 ഡിഗ്രിയാണ്. അതായത് വലിയ ത്രികോണത്തിലെ 2 കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ വലിയ ത്രികോണത്തിലെ മൂന്നാം കോൺ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ അതിൽ നിന്നും 2 കോണുകളുടെ തുക മൈനസ് ചെയ്യുക. 180 മൈനസ് 70 പ്ലസ് 60 സമം 180 മൈനസ് 130 സമം 50 ഡിഗ്രി കിട്ടും. അതായത് കോൺ ബി 50 ഡിഗ്രി ആയിരിക്കും. ഇനി ചിത്രത്തിൽ 60, 70 ചെറിയ ത്രികോണത്തിലെ കോൺ സി ഇവ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? അത് രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അതായത് 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി പ്ലസ് ചെറിയ ത്രികോണത്തിലെ കോൺ സി സമം 180 ഡിഗ്രി ആയിരിക്കും. കോൺ സി സമം, അപ്പോൾ ചെറിയ ത്രികോണത്തിലെ കോൺ സി എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 60 പ്ലസ് 70 സമം 180 മൈനസ് 130 സമം 50 ഡിഗ്രി. ഇനി നമുക്ക് കോൺ ഡി എത്രയായിരിക്കും? അത് 70 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം AC-യും D-യും നമുക്കറിയാം സമാന്തര വരകളാണ്. അവയ്ക്കിടയിലുള്ള മറുകോണുകളാണ് ഇവ. അപ്പം കോൺ ഡി എന്ന് പറയുന്നതും 70 ഡിഗ്രി തന്നെയാണ്. ഇനി ഇതിൽ നിന്ന് അപ്പം നമുക്ക് ഈ ചെറിയ ത്രികോണത്തിൻ്റെ 2 കോണുകൾ കിട്ടി. അപ്പോൾ ഇനി മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാമല്ലോ. 2 കോണുകൾ ഏതൊക്കെയാണ്? 70ഉം 50 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാനായിട്ട് 180 നിന്നും ഇവ രണ്ടും കൂട്ടുക, അതിലത് കുറയ്ക്കുക. 180 മൈനസ് 70 പ്ലസ് 50 സമം 180 മൈനസ് 120 സമം 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കൂ, അഞ്ചാമത്തെ ചോദ്യം. ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന അളവുകൾ എന്തൊക്കെയാണ്? 60 ഡിഗ്രി, 30 ഡിഗ്രി, അതുപോലെ 110 ഡിഗ്രി. സാമാന്തരികത്തിൻ്റെ ഒരു കോണാണ് 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇനി ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള കോണുകൾ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഈ സാമാന്തരികത്തിന് പേര് കൊടുക്കാം. ABCD എന്ന പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ കോണും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ കോൺ ഡിയും കോൺ ബിയും സമാന്തരികത്തിൻ്റെ എതിർകോണുകളാണ്. അവ എന്തായിരിക്കും? തുല്യമായിരിക്കും. നിങ്ങൾക്കറിയാം. അതായത് കോൺ ഡി സമം കോൺ ബി സമം 110 ഡിഗ്രി. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കോൺ ഡി എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഓൾറെഡി ഒരു ഭാഗം 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ ബാക്കി വരുന്ന ഭാഗം എത്രയായിരിക്കും? 110 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി സമം 50 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് ത്രികോണത്തിലെ ഒരു കോണ് കിട്ടിയിട്ടാ. ഇനി നമുക്ക് ചിത്രത്തിലെ എയും ഡിയും കൂട്ടിയാൽ 180 കിട്ടുന്നു. അതിങ്ങനെ വരുന്നേ, സാമാന്തരികത്തിൻ്റെ ആന്തര സഹകോണുകളുടെ തുക 180 ഡിഗ്രിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺ എ പ്ലസ് കോൺ ഡി എന്ന് പറയുന്നത് 180 ആയിരിക്കും. അപ്പോൾ കോൺ എ സമം എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് കോൺ ഡി ചെയ്യുക സമം 180 മൈനസ് 110 ഡിഗ്രി സമം 70 ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കോൺ എ ആണ്. നമുക്ക് പക്ഷേ കോൺ എ അല്ല കിട്ടേണ്ടത്, അവിടെയുള്ള ത്രികോണത്തിൻ്റെ ഒരു ഭാഗമാണ് കിട്ടേണ്ടത്. അതിൽ കോൺ എയുടെ ഒരു ഭാഗം 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം എത്രയായിരിക്കും? ഇപ്പോൾ കിട്ടിയ 70 നിന്നും 30 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ ഇപ്പോൾ ത്രികോണത്തിൻ്റെ നമുക്ക് 2 കോണുകൾ കിട്ടി. ഇനി മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 180 നിന്നും ഈ 2 കോണുകളുടെ തുക മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? അതായത് 180 മൈനസ് 50 പ്ലസ് 40 ഡിഗ്രി സമം 180 മൈനസ് 90 ഡിഗ്രി സമം 90 ഡിഗ്രിയാണ് നമുക്ക് അവിടെ കിട്ടുന്ന കോണളവ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.